ഒരു വലിയ വാസ്തുവിൽ എത്ര അധികം ദോഷങ്ങളുണ്ടോ അതിൻ്റെ തോത് കുറഞ്ഞു വരും. വസ്തു ചെറുതാകും തോറും ഒരുപാട് നെഗറ്റീവ് എനർജി കൊണ്ടു നടക്കുന്നവരായിരിക്കും അവരൊക്കെ. അപ്പം ആ നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടിയിട്ടാണ് അവരെ ഒപ്പം അവരെ സന്തോഷിപ്പിക്കാൻ ചെയ്യണം. കാരണം അവരുടെ പ്രയത്നമാണ് നമ്മുടെ വീട്. 13 ദേവന്മാരാണ് വാസ്തുപുരുഷൻ്റെ പുറത്ത് ശയിക്കുന്നത്. ആ 13 ദേവന്മാരെയും വാസ്തുപുരുഷനെയും പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ. വിജയ മേഡം, താങ്കൾ വാസ്തുവും കൈകാര്യം ചെയ്യുന്ന ആളാണല്ലോ. അതെ. അപ്പോൾ ഈ വാസ്തു നിവാരണ യന്ത്രം അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്? വാസ്തുദോഷ നിവാരണ യന്ത്രം ചതുരക്കള്ളിയിൽ അഷ്ടധാതുക്കളെ കൊണ്ട് നിർമ്മിക്കുന്ന യന്ത്രമാണ്. ആചാര്യന്മാരാണ് നിർമ്മിക്കുന്നത്. അതായത് വാസ്തു യന്ത്രം നിർമ്മിക്കാൻ അറിയാവുന്ന ആചാര്യന്മാർ നിർമ്മിച്ച് നൽകുന്ന യന്ത്രമാണ് അത്. അഷ്ടധാതുക്കളെ കൊണ്ടാണ്, പഞ്ചലോഹങ്ങൾ കൊണ്ടാണ് സാധാരണ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പഞ്ചലോഹം എന്ന് പറയുമ്പം സ്വർണം, ചെമ്പ്, ഇരുമ്പ്, താമ്രം, വെള്ളി ഇങ്ങനെയുള്ള ലോഹങ്ങൾ കൊണ്ടാണ് ഇതുണ്ടാക്കുന്നത്. അത് വിഗ്രഹമല്ല, അത് യന്ത്രമാണ്. വരച്ച യന്ത്രങ്ങളായിരിക്കും അത്. വരച്ച യന്ത്രങ്ങളാണ് അത് കൂടുതൽ. ആ യന്ത്രങ്ങൾ വാസ്തുവിൻ്റെ ദോഷം ഉള്ള വാസ്തുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മൾ താമസിച്ച് തുടങ്ങുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഭൂമി തന്നെ നമ്മൾ കണ്ടു കിട്ടുമ്പോൾ നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂമി നോക്കി വാങ്ങാൻ സാധിക്കില്ല. കാരണം ജനസംഖ്യ ഏറുന്നതനുസരിച്ച് വസ്തുക്കൾ കുറഞ്ഞു വരികയാണ്. പണ്ടൊക്കെ ഏക്കർ കണക്കിന് ഭൂമിയിൽ ഒരു വീടൊക്കെ ആയിരിക്കും. അത് വളരെ കൃത്യമായിട്ട് കണക്ക് നോക്കി വാസ്തു നോക്കി 4 കെട്ടോ 8 കെട്ടോ 16 കെട്ടോ ഒക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെയായിരുന്നു. ഇന്നിപ്പം 4 കെട്ടും 8 കെട്ടും ഒന്നും ഉണ്ടാക്കാൻ സ്ഥലമേ കിട്ടുന്നില്ല. മിനിമം 12-13 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു 4 കെട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഇന്ന് സാധിക്കുന്നില്ല. ഈ 3 സെൻറ്റിൽ 4 സെൻറ്റിലുമാണ് ഇന്ന് കെട്ടിടങ്ങൾ പണിയുന്നത്. അത് മേളിലേക്ക് കയറ്റിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ ഒരുപാട് കാണും. പക്ഷേ ഒരു വലിയ വാസ്തുവിൽ എത്ര അധികം ദോഷങ്ങളുണ്ടോ, നമ്മൾ ദോഷം നോക്കുകയാണെങ്കിൽ ഒരു വലിയ വാസ്തുവിൽ എത്ര അധികം ദോഷങ്ങളുണ്ടോ അതിൻ്റെ തോത് കുറഞ്ഞു വരും. വസ്തു ചെറുതാകും തോറും. അപ്പോൾ ദോഷങ്ങൾ കുറയുകയാണ് ചെയ്യുന്നത്. ദോഷം കൂടുകയല്ല ചെയ്യുന്നത്, ദോഷം കുറയുകയാണ്. വസ്തു ചെറുതാവുന്നതനുസരിച്ച് ദോഷങ്ങൾ കുറയും. അപ്പം നമുക്ക് ആ വസ്തുവിൽ ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിൽ, ഒരു 5 സെൻറ്റ് സ്ഥലത്തിലാണ് നമുക്കൊരു വീട് വെക്കണമെങ്കിൽ, സാമാന്യം ദോഷമുള്ളൊരു സ്ഥലമാണെങ്കിലും നമുക്കതിൽ വീട് വെച്ചേ സാധിക്കൂ. അപ്പോൾ നമുക്ക് അതിന് കുറേ വീതികളായിട്ട് തിരിക്കും സ്ഥലത്തെ. അങ്ങനെ നോക്കുമ്പോൾ ഈ വീതികളായിട്ട് തിരിച്ചിട്ട് ബ്രഹ്മവീതി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവവീതി എന്നൊക്കെ പറഞ്ഞ് കുറേ വീതികളുണ്ട്. ആ വീതികളായിട്ട് തിരിച്ചൊന്നും നമുക്ക് ഈ 5 സെൻറ്റിലും 3 സെൻറ്റിലും വെക്കാൻ പറ്റില്ല. ഒരു 1/2 ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു 10-20 സെൻറ്റ് സ്ഥലമൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന പിശാച വീതി എന്ന് പറയുന്ന ഏറ്റവും അവസാനം വരുന്നൊരു വീതിയുണ്ട്. ആ വീതി ഒഴിവാക്കിയിട്ട് നമുക്ക് വീട് വയ്ക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിശാച വീതി ഒഴിവാക്കി നമ്മളവിടെ വീട് വയ്ക്കുക. ഈ പിശാച വീതി ഒഴിവാക്കുമ്പോൾ നമുക്ക് കുറച്ച് മുറ്റവും കിട്ടും, മതിൽ കെട്ടാനുള്ള സ്ഥലവും കിട്ടും. പിന്നെ നമ്മുടെ ദോഷം തീർക്കണം മതിൽ കെട്ടിയിട്ടാണ്. വീട് വയ്ക്കുന്നതിന് മുമ്പേ മതിൽ കെട്ടണം എന്നാണ് സാധാരണ പറയുക. കാരണം പുറത്തുനിന്നുള്ള നെഗറ്റീവ് എനർജി ഒന്നും ഈ വസ്തുവിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീട് കെട്ടണമെന്ന് അല്ലെങ്കിൽ മതിൽ കെട്ടണം എന്ന് പറയുന്നത്. പക്ഷെ അതും ചിലപ്പോൾ സാധിച്ചില്ലെന്ന് വരും. സാധനങ്ങൾ ഇറക്കാനും ഇടാനും ഒക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ അയൽവക്കത്തെ പറമ്പിലേക്ക് കൂടെ കൊണ്ടുവന്നിടേണ്ട ഒരവസ്ഥ ഉണ്ടാവും, കൊച്ചു തിരിയുള്ള സ്ഥലമാകുമ്പോൾ. അപ്പം പിന്നെ എന്തായാലും വീട് പണിതിന് ശേഷം അപ്പോൾ കുറേ നെഗറ്റീവ്സ് നമ്മുടെ വീടിനുള്ളിലുണ്ടാവും. പിന്നെ പലതരത്തിലുള്ള ജനങ്ങളാണ് നമ്മുടെ വീട് വയ്ക്കാൻ വരുന്നത്. അത് ജാതിയോ മതമോ അല്ല, അവരുടെ സ്വഭാവം. മദ്യപിക്കുന്നവരുണ്ടാവും, വിദ്യാഭ്യാസം കുറഞ്ഞവരുണ്ടാവും. ഇങ്ങനെ പല സ്വഭാവത്തിലുള്ളവരാണ് നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങി വീട് പണിയുന്നത്. ഒരിക്കലും അവരുടെ തൊഴിലിനെയോ അവരുടെ ജാതിയോ മതത്തെയോ ചിന്തിച്ചിട്ടല്ല നമ്മളത് പറയുന്നത്. ഒരുപാട് നെഗറ്റീവ് എനർജി കൊണ്ടു നടക്കുന്നവരായിരിക്കും അവരൊക്കെ. അപ്പം ആ നെഗറ്റീവ് എനർജി പോകാൻ വേണ്ടിയിട്ടാണ് ഒപ്പം അവരെ സന്തോഷിപ്പിക്കാൻ ചെയ്യണം. കാരണം അവരുടെ പ്രയത്നമാണ് നമ്മുടെ വീട്. നമ്മുടെ പണം മാത്രമേ ഉള്ളൂ, പ്രയത്നം മുഴുവൻ അവരുടെയാണ്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്
തലേ ദിവസം തന്നെ അവർക്ക് വേണ്ട ഡ്രസ്സുകളും പൈസയും ഭക്ഷണവും എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാം. പക്ഷെ ഭൂമിയിലെ ആ നെഗറ്റീവ് എനർജി അവിടെ കിടക്കും. ആ നെഗറ്റീവ് എനർജി അപ്പോൾ ഈ പണിക്കാർ സന്തോഷിക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി സന്തോഷമായി. കാരണം അവർ നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ, അവർക്ക് നന്നായി വരട്ടെ എന്ന് മാത്രമേ പണിക്കാർ തീർച്ചയായിട്ടും ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ നമ്മുടെ പകുതി നെഗറ്റീവ് എനർജീസ് അവിടുന്ന് പമ്പ് കിടക്കും. പിന്നെ ബാക്കി ഭൂമിയിലുള്ള നെഗറ്റീവ് എനർജി മാറ്റാനാണ് നമ്മൾ ഗണപതി ഹോമം നടത്തും. ഗണപതി ഹോമം നടത്തുക എന്ന് പറഞ്ഞാൽ ചകിരിയും, ഇത് ഈ അന്ധവിശ്വാസം പറയുന്ന പോലുള്ള കാര്യമല്ല, ചകിരിയും ചാണകവരളിയാണ് ഗണപതി ഹോമത്തിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് രണ്ടും പുകയ്ക്കുന്ന സാധനമാണ്. ഈ പുക കൊണ്ട് തന്നെ നമ്മുടെ വീടിനുള്ളിലുള്ള ബാക്ടീരിയാസ് എല്ലാം നശിക്കും. ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു പരിധി വരെ ബാക്ടീരിയാസാണ്. അതെല്ലാം അതിൻ്റെ ശാസ്ത്രമൊന്നും അറിയാതെ എല്ലാ അന്ധവിശ്വാസത്തെ പിടിച്ചിട്ടാണ് ഇന്ന് ജനം സംസാരിക്കുന്നത്, യുക്തിവാദികൾ. അല്ലാതെ വിശ്വാസമുള്ളവർക്ക് അത് വിശ്വാസമുണ്ട്. അപ്പോൾ ഈ ഗണപതി ഹോമം നടത്തുന്നതോടുകൂടി ഏതാണ്ട് 3/4 ഭഗവതിയിൽ നിന്ന്, എന്നിട്ടും നമുക്ക് ഒരു മനസ്സമാധാനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീട് വയ്ക്കാൻ എന്തെങ്കിലും വിശ്വാസമാണല്ലോ എല്ലാം. അപ്പം നമുക്കൊരു സമാധാനക്കുറവുണ്ടെങ്കിൽ ആ സമാധാനത്തെ വീണ്ടും നമ്മുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാസ്തുയന്ത്രം ഭൂമിക്കടിയിൽ സ്ഥാപിക്കുക. ചിലര് തറക്കല്ലിടുമ്പോൾ തന്നെ വാസ്തുയന്ത്രം സ്ഥാപിക്കും, താഴത്ത് മണ്ണിൽ തന്നെ. അപ്പോൾ തന്നെ അവർക്കൊരു പോസിറ്റീവ് എനർജിയായി. ഞാൻ വാസ്തുയന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട്, ഇനി എൻ്റെ ഭൂമിക്കൊരു ദോഷമില്ല. അപ്പോൾ എനിക്കൊരു ദോഷമില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ദോഷം ഉണ്ടാവില്ല. നമുക്ക് ഇത് പഠിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് നമുക്ക് പഠിക്കാൻ പറ്റാതാവുന്നത്. ഞാനിത് പഠിക്കും നമ്മളൊന്ന് 10 പ്രാവശ്യം ചിന്തിച്ചു നോക്കി, നമ്മളത് പഠിച്ചിരിക്കും. ഞാൻ എൻ്റെ കുട്ടിയോട് പറയാറുള്ളത് അതാണ്. അത് എൻ്റെ കൂട്ടത്തിൽ ഉദാഹരണത്തിന് പറയുകയാണ്, മോനെ നീ കാണാപ്പാടമൊന്നും പഠിക്കണ്ട, പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവൻ പഠിക്കുമ്പോൾ അവനതെല്ലാം പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ യന്ത്രം സ്ഥാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദോഷം തീർന്നു എന്ന് നമ്മളങ്ങ് വിശ്വസിക്കുന്നു. അതോടെ അത് തീരും. പിന്നെ അത് പഞ്ചശിരസ് സ്ഥാപനമുണ്ട്. അത് നമ്മൾ മെയിൻ കട്ടിലയുടെ മുൻവാതിലിൻ്റെ കട്ടിലയുടെ വലതുവശത്താണ് നമ്മൾ ഈ യന്ത്രം സ്ഥാപിക്കണേ. അത് കട്ടില വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഈ യന്ത്രം സ്ഥാപിക്കുക. അത് പഞ്ചശിരസ്സാണ്. ആമ, സിംഹം, ആന, പന്നി, പോത്ത്, ഇങ്ങനെ 5 മൃഗങ്ങളുടെ രൂപം ശിരസ്സും. അത് ഒരു ചെമ്പ് തകിടിലാക്കി അത് സെപ്പറേറ്റ് ബോക്സിലാക്കിയും ഭരിക്കും. ഒരു പെട്ടിക്കകത്ത് കള്ളി ഉണ്ടാക്കിയിട്ട് ഓരോ കള്ളിക്കകത്ത് ഓരോന്ന് വെച്ചാൽ അതിന് പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. ആ സ്ഥാനങ്ങൾ വെച്ചിട്ട് പഞ്ചശിരസ് സ്ഥാപിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. പഞ്ചശിരസ് സ്ഥാപിച്ചാലും ഈ ദോഷങ്ങൾ മാറും. ഈ വാസ്തുദോഷ നിവാരണ യന്ത്രം പോലെ തന്നെ. അതെ. അതാണ് പഞ്ചശിരസ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടിനകത്തേക്ക് നെഗറ്റീവ് എനർജീസ് ഒന്നും കടക്കില്ല. അതാണ് നമ്മുടെ വിശ്വാസം. അതുപോലെ തന്നെയാണ് വാസ്തുബലി ചെയ്യുന്നത്. തലേ ദിവസം വാസ്തുപുരുഷൻ 13 ദേവന്മാരാണ് വാസ്തുപുരുഷന്റെ പുറത്ത് ശയിക്കുന്നത്. ആ 13 ദേവന്മാരെയും വാസ്തുപുരുഷനെയും പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലേ ദിവസം വാസ്തുബലി ചെയ്യുന്നത്. തലേ ദിവസം വാസ്തുബലി ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം ഗണപതി ഹോമവും കൂടി ചെയ്യുന്നതോടുകൂടി ആ വാസ്തുവിലുള്ള 100% ദോഷങ്ങളും നമുക്ക് മാറിക്കിട്ടും. ഇതാണ് നമ്മുടെ ഒരു ഹിന്ദു ശാസ്ത്രത്തിലെ വാസ്തുശാസ്ത്രത്തിലെ വിശ്വാസം. നന്ദി മേഡം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.